we are discussing about gluconeogenesis in this session. Organisms synthesize glucose from non-carbohydrate precursors like pyruvate, lactate, amino acids, etc. For synthesizing glucose. So organisms make use of these non-carbohydrate precursors for generation of glucose during glucose starving condition. ഇത്തരം സ്പെഷ്യലൈസ്ഡ് കണ്ടീഷനിൽ ഗ്ലൂക്കോസ് ജനറേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ ഈ നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കസേഴ്സിന് ഗ്ലൂക്കോസിന്റെ സിന്തസിസ് ആണ് ഗ്ലൂക്കോനിയോജെനിസിസ്. Gluconeogenesis occurs in all animals, fungi, plant, etc. and other microorganisms. In mammals, gluconeogenesis mainly occurs in liver, skeletal muscles, kidney, epithelial cells, small intestine, etc. Strenuous exercise produces lots of lactate in skeletal muscles. These lactates gets transported to the liver cells. Okay, in the liver cells, these lactates get converted to pyruvate, and from this pyruvate, glucose is generated. ഈ പറയുന്നത്ര എളുപ്പത്തിൽ ഈ സംഭവം നടക്കില്ല. കാരണം പല ഇറിവേഴ്സിബിൾ സ്റ്റെപ്സും നമുക്ക് പ്രസന്റ് ആണ് ഗ്ലൈക്കോളിസിസിൽ. ഗ്ലൈക്കോളിസിന്റെ പല സ്റ്റെപ്സും ഇറിവേഴ്സിബിൾ ആണ്. ബാക്കിയുള്ള സ്റ്റെപ്സ് തിരിച്ചു പോകാൻ അത്ര ബുദ്ധിമുട്ടില്ല കമ്പാരിറ്റീവ്ലി. പക്ഷെ ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് തിരിച്ചു കൊണ്ടുപോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എന്താണ് കണ്ടീഷൻ? സ്കെലിറ്റൽ സിസ്റ്റത്തിൽ, സ്കെലിറ്റൽ മസിൽസിൽ എക്സസൈസിന്റെ സമയത്ത്, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ലോട്ട്സ് ഓഫ് ലാക്ടേറ്റ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്. ഈ ലാക്ടേറ്റ് എന്ത് വേണം? ഈ ലാക്ടേറ്റ് നിന്ന് തിരിച്ച് നമുക്ക് ഗ്ലൂക്കോസ് ജനറേറ്റ് ചെയ്യണം. സോ ദീസ് ലാക്ടേറ്റ് ഓർ ലാക്ടിക് ആസിഡ് ഈസ് സെക്രീറ്റഡ് ബാക്ക് ടു ലിവർ, ഈ ലാക്ടേറ്റ് ലിവറിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. ഈ ലിവറിൽ എന്ത് ചെയ്യുന്നു? ലിവറിൽ ദിസ് ലാക്ടേറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു പൈറുവേറ്റ്. ഫ്രം ദിസ് പൈറുവേറ്റ് ഗ്ലൂക്കോസ് ഈസ് ജനറേറ്റഡ്. ഈ പൈറുവേറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് ജനറേറ്റ് ചെയ്യുന്നു. വൺ മെത്തേഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. And this pyruvate cannot be directly reversed back to phosphoenol pyruvate. നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗ്ലൈക്കോളിസിന്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് phosphoenol pyruvate converted to pyruvate. This is the final step. Synthesizing ATP, ADP plus inorganic phosphate generates pyruvate. This step is irreversible step. This step is executed by pyruvate kinase enzyme. Pyruvate kinase enzyme converts phosphoenol pyruvate to pyruvate. And ATP generating the step on this step is irreversible step. So we in this gluconeogenesis we need to reverse this step back to phosphoenol pyruvate. Pyruvate ne thirichu phosphoenol pyruvate ആയി കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് നടക്കുന്നത്? അത് നടത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം റിവേഴ്സിബിൾ ആണ്, ഈസിലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഗ്ലൈക്കോളിസിനെ ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോനിയോജെനിസിന്റെ സ്റ്റെപ്സ് കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ആ 3 റിയാക്ഷൻസിലാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ്, ദി ലാസ്റ്റ് സ്റ്റേജ് ഇൻ വിച്ച് ദി പൈറുവേറ്റ് കൺവേർട്സ് ബാക്ക് ടു phosphoenol pyruvate. Then the regulatory step, fructose 1,6-bisphosphate convert back to fructose 6-phosphate. And the one more step we have, glucose 6-phosphate convert back to glucose. Glucose 6-phosphate തിരിച്ച് ഗ്ലൂക്കോസ് ആവുന്ന സ്റ്റെപ്പ്. ഇങ്ങനെ 3 സ്റ്റെപ്പാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് റിയാക്ഷൻ ഇൻ വിച്ച് pyruvate converts back to phosphoenol pyruvate. We have this pyruvate in the cytosol. This pyruvate cannot directly be converted into phosphoenol pyruvate. So this pyruvate molecule is transported inside the mitochondria. We have mitochondria. This pyruvate molecule, and within this mitochondria, this pyruvate is transported inside the mitochondria. So we have pyruvate inside the mitochondria. അപ്പോൾ പൈറുവേറ്റ് നമുക്ക് എവിടെ ഉണ്ട്? മൈറ്റോകോൺഡ്രിയ അകത്ത് പൈറുവേറ്റ് കിട്ടി. വേറെ രീതിയിൽ പൈറുവേറ്റ് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം? ബൈ ട്രാൻസമിനേഷൻ ഓഫ് അലനിൻ. ഫ്രം അലനിൻ ഇൻസൈഡ് ദ മൈറ്റോകോൺഡ്രിയ, അലനിൻ അമിനോ ആസിഡ് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും? Alanine transamination results in the formation of pyruvate. Alanine amino acid transamination reaction can also generate pyruvate. Okay, so pyruvate evade ethichu nammal mitochondria agathe ethichu. In the next step, we are converting this pyruvate into oxaloacetate. Important step on pyruvate converted into
oxaloacetate. Oxaloacetate എന്ന് തന്നെ എഴുതണം, എന്ന് എഴുതരുത്, oxaloacetate. Next step, we have converted within the mitochondria. Mitochondria അകത്ത് pyruvate is converted to oxaloacetate. Enzyme pyruvate carboxylase. Enzyme is pyruvate carboxylase. This carboxylase enzyme requires biotinase cofactor. This requires biotinase cofactor, and during this time ATP is utilized. ATP is converted to ADP plus inorganic phosphate. ATP utilization നടക്കുന്നുണ്ട്, and the reaction is nothing but carboxylation. Pyruvate is converted to oxaloacetate in this reaction. Enzyme pyruvate carboxylase. So now we have this oxaloacetate in the mitochondria. No transporters are available for transporting this oxaloacetate back to cytosol. സൈറ്റോസോളിലേക്ക് ഈ ഓക്സലോഅസറ്റേറ്റിനെ കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഴ്സ് എന്ത് ചെയ്യില്ല, അവൈലബിൾ അല്ല. There are no transporters present for transporting oxaloacetate back to cytosol. So in the mitochondria, within the mitochondria, this oxaloacetate is converted to another compound called as malate. Oxaloacetate is converted into another compound called as malate by enzyme malate dehydrogenase. By the enzyme malate dehydrogenase. NADH converted to NAD plus H plus. NAD plus I converted to NADH by utilizing NADH. NADH in utilization into oxaloacetate is converted back to malate. Transporters are available for malate. Malate transporters available ആണ്. So through these transporters, malate transported back to cytosol. We have malate at cytosol. In the cytosol, malate converted back to what? Converted back to oxaloacetate. NAD plus H plus releases NADH. ഇവിടെ എടുത്തിട്ടുള്ള NADH തിരിച്ചിവിടെ റിലീസ് ചെയ്തു. തിരിച്ച് ഓക്സലോഅസറ്റേറ്റ് ഇവിടെ റീജനറേറ്റ് ചെയ്തു. എന്താ കാരണം? ഓക്സലോഅസറ്റേറ്റിന് ഇതിലൂടെ കടന്നു പോകാൻ പറ്റില്ല, ട്രാൻസ്പോർട്ടേഴ്സ് അവൈലബിൾ അല്ല. അതുകൊണ്ട് അതിനെ മാലേറ്റായി കൺവേർട്ട് ചെയ്ത് മാലേറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്തു, മാലേറ്റ് ഷട്ട് ചെയ്തു. മാലേറ്റിനെ തിരിച്ചെന്താക്കി മാറ്റി? ഓക്സലോഅസറ്റേറ്റ് ആക്കി മാറ്റി. ഫ്രം ദിസ് ഓക്സലോഅസറ്റേറ്റ് വി ജനറേറ്റ് ഫോസ്ഫോഈനോൾ പൈറുവേറ്റ്. ഈ ഓക്സലോഅസറ്റേറ്റ് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യും? ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് ജനറേറ്റ് ചെയ്യും. എൻസൈം ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് കാർബോക്സികൈനേസ്. ഏതാണ് എൻസൈം? ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് കാർബോക്സികൈനേസ്, പെപ്സികെ. ദിസ് ഈസ് ദ എൻസൈം. ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് കാർബോക്സികൈനേസ് ഈസ് ദ എൻസൈം. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. GDP plus inorganic phosphate reaction. So enzyme PepCK very important. This enzyme pyruvate carboxylase is very important during this reaction. ഈ രണ്ട് എൻസൈംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്ലൂക്കോനിയോജൻസിസിലെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് മീൻസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പൈറുവേറ്റിനെ തിരിച്ച് ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് ആക്കാൻ പറ്റുള്ളൂ. This enzyme requires magnesium as cofactor. Here it requires biotinase cofactor, and PepCK requires Mg2 plus as cofactor, magnesium as cofactor. സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് പൈറുവേറ്റ് എന്ന് തിരിച്ച് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന ഏറ്റവും ബുദ്ധിമുട്ട്. വി ഹാവ് ജനറേറ്റഡ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ഇൻ ദി സൈറ്റോസോൾ. എങ്ങനെ നോക്കൂ? പൈറുവേറ്റ് ടേക്കൺ ഇൻ ടു the mitochondria. Inside the mitochondria, pyruvate converted to oxaloacetate. No transporters are available for oxaloacetate. Pyruvate is taken into the mitochondria. Inside the mitochondria, pyruvate is converted to oxaloacetate by the enzyme pyruvate carboxylase reaction, carboxylation, and this reaction generates oxaloacetate. No transporters are available for oxaloacetate. So in the next step, oxaloacetate converted to malate by enzyme malate dehydrogenase. And these malate transporters are available. Malate is transported to cytosol. Cytosol malate converted back to oxaloacetate, releasing NADH. And same enzyme, the cytosolic version of malate dehydrogenase enzyme here. And this oxaloacetate in this step converted to phosphoenol pyruvate by a committed enzyme. By another enzyme, phosphoenol pyruvate carboxykinase enzyme, PepCK.
GTP plus inorganic phosphate. This enzyme Pepsica requires magnesium as cofactor, and this pyruvate carboxylase requires biotin as cofactor. So we have reversed this irreversible step. So we have two enzymes, committed enzyme Pepsica, also pyruvate carboxylase. This pyruvate carboxylase requires biotin as cofactor, whereas Pepsica requires magnesium as cofactor. These two enzymes are very important in the conversion of pyruvate to phosphoenol pyruvate. ഇനി അങ്ങോട്ടുള്ള റിയാക്ഷൻസ് റിവേഴ്സിബിൾ ആണ്. ഇനി നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ട സ്റ്റെപ്സ് രണ്ട് സ്റ്റെപ്സ് ആണ്. ഗ്ലൂക്കോനിയോജൻസിസിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഇനി രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഇൻറ്റു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആണ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഇൻറ്റു ഗ്ലൂക്കോസ്. ഇങ്ങനെ രണ്ട് സ്റ്റെപ്സും കൂടിയാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ളത്. കാരണം ഈ രണ്ട് സ്റ്റെപ്സും ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് ആണ്. അപ്പോൾ വി ഹാവ് റിവേഴ്സ്ഡ് വൺ ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ് ദാറ്റ് കൺവേർഷൻ ഓഫ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ബാക്ക് ടു ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. അത് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രക്ടോസ് 1,6 bisphosphate. We have this fructose 1,6 bisphosphate. This should be converted back to fructose 6 phosphate. Fructose 6 phosphate. Fructose 1,6 bisphosphate എന്തായി മാറണം? fructose 6 phosphate ആക്കണം. Enzyme fructose 1,6 bisphosphatase. A committed enzyme called as fructose 1,6 bisphosphatase converts fructose 1,6 bisphosphate back to fructose 6 phosphate. This reaction is simply hydrolysis. This reaction is simply hydrolysis generating an inorganic phosphate. See, there is no generation of ATP or NADH in this step. The fructose 1,6 bisphosphate simply use water to cleave this fructose 1,6 bisphosphate into fructose 6 phosphate. 1,6 bisphosphate and 6 phosphate ആക്കി simply convert in the hydrolysis process വഴിയാണ്. And this enzyme also requires magnesium as cofactor, Md2 plus as cofactor. And the last step we have glucose 6 phosphate. Glucose 6 phosphate again treated by water hydrolysis results in the formation of glucose plus inorganic phosphate. Enzyme glucose 6 phosphatase. So two more steps reversed in gluconeogenesis. We have reversed two more steps. Fructose 1,6 bisphosphate converted back to fructose 6 phosphate, and we also need to reverse the final step, glucose 6 phosphate to glucose, the final molecule. We have generated glucose from non-carbohydrate precursor through a pathway called as gluconeogenesis.